ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായിട്ട് അങ്ങനെ വിചാരിച്ച് നിൽക്കൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ റമദാൻ മാസം കഴിയാനായപ്പോൾ ഇതിന്റെ അവസാനത്തെ അത്താഴം കഴിക്കലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ പതിവ് തെറ്റിക്കാണ്ടുള്ള ഈ ഒരു ബത്തക്ക തീറ്റ അത് മസ്റ്റാണ്. അതും കൂടി കഴിഞ്ഞപ്പം അത്താഴം കഴിക്കൽ ഉഷാറായി. പിന്നെ രാവിലെ സൂര്യൻ ഉദിക്കണ വരെ വെറുതെ ഒരു പണിയില്ലാണ്ട് നിൽക്കിട്ടോ. ഇടയിൽ ഊഞ്ഞാലാടലും ഫോണിൽ തോണ്ടലൊക്കെ ഉണ്ടായിന്. രാവിലെ ആയാലും സോനാപ്പിനെയും കൊണ്ട് ഗ്രൗണ്ടിക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അതിനും വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ സോനാപ്പി ഇതാ എണീറ്റിട്ടുണ്ട്. ഓള് എണീറ്റ് പല്ലും തേച്ച് നേരെ ഗ്രൗണ്ടിക്ക് പോവാന്നും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിട്ടോ. അതുകൊണ്ട് തന്നെ ഓളോട് വേഗം മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. പുറത്ത് എനിക്ക് എന്തേനി പണിയെന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ ചുറ്റുമുള്ള ഫ്ലവേഴ്സൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലെന്നെ. അപ്പോഴേക്കും ഓള് റെഡിയായി സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അധികം വെയിലാവണേന് മുമ്പ് ഞങ്ങൾ ഇതാ കഞ്ഞിവെള്ളമൊക്കെ ആയിട്ടാണ് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പോണത്. നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി സോനാപ്പിന്റെ കളിയൊക്കെ അങ്ങനെ കണ്ട് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഓട്ടണതൊക്കെ അങ്ങനെ നോക്കിന്നാൽ മതി. പിന്നെ അവൾക്ക് വീട്ടിൽ നിന്ന് അടുത്ത കളി കളിക്കാനും വേണ്ടി നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഫോൺ നോക്കിയപ്പോഴാണ് ഫോണിലെ സ്റ്റോറേജ് മൊത്തം ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ ടൈമിൽ നമ്മൾ നോമ്പിന്റെ തിരക്കിലും പിന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കണം ആ ഒരു ടൈമേനി. സ്റ്റോറേജിന്റെ ഇഷ്യൂ ഒക്കെ ക്ലിയർ ആയപ്പോഴേക്കും മരിബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവസാനത്തെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു മോമോസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. മോമോസ് ഫ്ലോപ്പ് ആയാലും ആയില്ലേലും അതിലെ ചട്നി അതിനക്ക് കൂട്ടാനുള്ളത് ഭയങ്കര രസം ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടും നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ അൽഹംദുലില്ലാ ഈ ഒരു റമദാൻ മാസവും അങ്ങനെ അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.